ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം 2 സീരിയലിൻ്റെ ഇനിയും വരാൻ പോകുന്ന ഒരു നല്ല അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൾ അമർത്തിയാൽ മാത്രമേ ഞങ്ങളുടെ ഇനിയുള്ള വീഡിയോസ് മൊത്തം നിങ്ങൾക്ക് കാണാൻ കഴിയൂ. ഒപ്പം ആ ഹൈപ്പും കൂടെ ഒന്ന് അമർത്തി വെച്ചോളൂ. അതുപോലെ തന്നെ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ജീവമെന്ന് പറയുന്ന നഷ്ടപരിഹാരങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട. എൻ്റെ ലൈഫ് തകർന്നു പോയത് കണ്ട് അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ സാധിച്ചില്ല. അത് ഏതൊരു അച്ഛനും അമ്മയും ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് ഇവിടെ വന്ന് പെരുമാറിയത്. അല്ലാതെ അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര പാവങ്ങൾ തന്നെയാണ് കേട്ടോ എന്നൊക്കെ നമ്മുടെ ജീവൻ വന്ന് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവനെ കാണാൻ ആര്യനും ആനന്ദനും കൂടെ പോയായിരുന്നു. അവർ കണ്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ വന്നു. എന്നാൽ നഷ്ടപരിഹാരവും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവൻ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ജീവൻ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സമാധാനവും സന്തോഷവും ആവും കേട്ടോ. ഗോമതി പറയുന്നുണ്ട് മീനാക്ഷി അടുത്ത് മിത്രയുടെ അടുത്തും ആര്യൻ്റെ അടുത്തായിട്ടും, കണ്ടില്ലേടാ എന്തൊരു നല്ല പയ്യനാ, ഇങ്ങനത്തെ നല്ലൊരു തങ്കപ്പെട്ട പയ്യനെ വിട്ടിട്ട് അവൾ വല്ലാതെ ആലോകിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. അവൾക്ക് യോഗമില്ല, അത്ര തന്നെ. ജീവനെ പോലത്തെ നല്ലൊരു പയ്യനെ കൂടെ ജീവിക്കാൻ വേണ്ടി അവൾക്ക് യോഗമില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ. മീനാക്ഷി പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. ജീവൻ നല്ലൊരു പയ്യനായിരുന്നു. അനുമോൾക്ക് കിട്ടാവുന്നത് ഏറ്റവും ബെസ്റ്റ്. എന്ത് പറയാനാ, അവൾക്ക് ഭാഗ്യമില്ലാതെ പോയി. എന്നാൽ ഞാൻ ഓഫീസിലേക്ക് പോവാൻ. ഇനിയിപ്പോൾ ലോണിൻ്റെ കാര്യമൊന്നും വേണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് ക്യാൻസൽ ചെയ്യണം. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി അവിടുന്ന് പോവുകയാണ്. ഇത്രയും ആര്യനോടും പറയുന്നുണ്ട്. എന്ത് പറയാനാ, എല്ലാം ഇങ്ങനെയൊക്കെ ആയി, എന്നാലും വലിയൊരു സമാധാനമല്ലേ. ഇപ്പം തന്നെ അച്ഛനോട് ഈ കാര്യം ആര്യം പറ, ഞാൻ പറയാം, അച്ഛനത് സമാധാനമാകും. പക്ഷേ അതിലുപരി വിഷമമാകും. അതെന്താ? അല്ല, ഇത്രയും നല്ലൊരു പയ്യൻ കയ്യിൽ നിന്ന് പോയല്ലോ എന്നാലോചിച്ചിട്ട്. അതെല്ലാവർക്കും ആ വിഷമം ഉണ്ടല്ലോ, പാവം. ഇന്നലെ ജീവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ ചാനു അവരെ തെറ്റിദ്ധരിച്ചു. മനസ്സിലെ വിഷമം കൊണ്ട് പൊട്ടിത്തെറിച്ചതായിരിക്കും പാവങ്ങൾ. എന്തായാലും അച്ഛനോടൊന്ന് ആരും വിളിച്ച് പറയാട്ടോ, ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ആര്യൻ അപ്പോൾ തന്നെ നമ്മുടെ ബാലുവിനെ ഫോൺ വിളിക്കാട്ടോ. ഹലോ അച്ഛാ, അച്ഛൻ ഇപ്പോൾ എവിടെയാണ്? ഞാൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താടാ? അതെ, ജീവൻ ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. ജീവൻ വന്നിരുന്നു? അയാൾ എന്തിനാ അവിടെ വന്നത്? അല്ല അച്ഛാ, ഞാൻ ഇന്നലെ ഞാനും ആകാശേട്ടനും കൂടി ജീവനെ കാണാൻ പോയിരുന്നു. ഈ 1 കോടി രൂപ എന്നുള്ളത് എങ്ങനെയും കുറച്ച് നഷ്ടപരിഹാരമാക്കി തരാമെന്ന് ചോദിച്ചിട്ട് എന്നിട്ട് ജീവനൊന്നും മിണ്ടാതെ തിരിച്ചു പോയി. പക്ഷെ ഇന്ന് രാവിലെ ഇപ്പം വീട്ടിലേക്ക് വന്ന് നഷ്ടപരിഹാരം ഒന്നും വേണ്ട, അച്ഛനോടും അമ്മയോടും ഞാൻ സംസാരിച്ചു, കേസ് കാര്യങ്ങളൊന്നുമില്ലെന്നും പറഞ്ഞിരിക്കുന്നത്. നീ പറഞ്ഞത് സത്യമാണോ? അതെ അച്ഛാ, സത്യ. ജീവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമവും കുറ്റബോധവും ഒരു നഷ്ടബോധവും ഒക്കെ തോന്നി. എല്ലാവരും ആകെ വിഷമത്തിലാണ്. അതാണ് അച്ഛനെ വിളിച്ച് പറഞ്ഞത്. അച്ഛൻ ടെൻഷനൊന്നും അടിക്കണ്ട. പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേണ്ടെന്ന് വെച്ചേക്ക്. ഇത് പറയാനാണ് അച്ഛാ വിളിച്ചത്. ശരി, എന്നാൽ അത് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാണ്. ബാലൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കടയിൽ പോയിട്ട് ബാലനെ കാര്യം ദേവിയുടെ അടുത്തും നമ്മുടെ രാമേട്ടനോടും ധർമ്മനോടും ഒക്കെ പറയുക കേട്ടോ. ഇതേ ജീവൻ ഇപ്പോൾ വീട്ടിൽ വന്നിരുന്നു എന്ന്, നഷ്ടപരിഹാരത്തിൻ്റെ കേസ് പിൻവലിച്ചു എന്ന്, നഷ്ടപരിഹാരമായിട്ട് 1 രൂപ പോലും വേണ്ട എന്ന് പറഞ്ഞു എന്ന്. എത്ര നല്ല പയ്യനാണോ എന്ന് നോക്കിക്കേ. അങ്ങനത്തെ ഒരു പയ്യനെ ആണല്ലോ അവൾ വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, അച്ഛൻ നടന്നു. എന്തായാലും സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാം. അച്ഛൻ ഇനിയിപ്പോൾ അനുമോളെ കുറ്റമൊന്നും പറയണ്ട. അവളുടെ ജീവിതമാണ് അവൾ തന്നെ തിരഞ്ഞെടുത്തു. എല്ലാവർക്കും ഒരേ ജീവിതമല്ലേ അച്ഛൻ ഉള്ളത്. ആ ഒരു ജീവിതം ഉള്ളത് അവൾ തന്നെ കണ്ടുപിടിച്ചു. അതുകൊണ്ട് അവൾ അലോകിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ അതിനപ്പുറം നമുക്കൊന്നും വേണ്ടല്ലോ. ആര് പറഞ്ഞു അവൾ അലോകിൻ്റെ കൂടെ സുഖമായിട്ടാണ് ജീവിക്കുന്ന? അലോക് ഇനി അവളെ നരകിപ്പിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണേണ്ടി വരും. അല്ലെങ്കിൽ ദേവിമോൾ നോക്കിക്കോ, അവനെ ശത്രുത തീർക്കാൻ വേണ്ടിയിട്ട് അനുവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത്.
അല്ലെങ്കിൽ എനിക്കിനി അങ്ങനത്തെ ഒരു മോളില്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ബാലൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ഇന്നലത്തെ 2000-ൻ്റെ കണക്ക് നീ ഇപ്പോഴും വിട്ടില്ലേ? അല്ല അച്ഛാ, എന്നാലും അതിനെക്കുറിച്ച് ഒരു അറിവില്ലല്ലോ അച്ഛാ എന്ന് പറയാണ്. ഇത് വിട്ട് കളഞ്ഞേക്ക് മോളെ, എന്നാലും ഇപ്പം സന്തോഷമായിട്ട് വാർത്ത കേട്ടല്ലോ, അതിനും സന്തോഷത്തിൽ രാമേട്ട എല്ലാവർക്കും ഒരു ചായ എടുത്തോ എന്ന് പറയാണ്. അങ്ങനെ രാമേട്ടൻ ചായ മേടിക്കാനായിട്ട് പോവാട്ടോ. ആ 2000 രൂപ പോയാൽ അത് ഇനി ആരാ എന്നൊന്നും അവക്കടെ അച്ഛൻ അവിടെ വന്നതോ അത് എടുക്കുമെന്നൊന്നും അവർ ആലോചിക്കണേ ഇല്ല കേട്ടോ. അങ്ങനെ ജീവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. എന്തായാലും തമിഴിൽ ഇങ്ങനെയാട്ടോ ഒരു സംഭവം ഉണ്ടായിരുന്നത്, അതാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ അലോകിന് എന്തായാലും കളിയായിരിക്കും എന്ന് വെച്ചിട്ട്, പക്ഷെ തമിഴിലുള്ള ഒരു ഭാഗം ഞാൻ ഇനി പറയാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം കേട്ടോ. ഇത് തമിഴിലെ ഒരു ഭാഗമാണ്. ഇത് പകുതി പേരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും, എന്നാലും കാണാത്തവർ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഭാഗം ഞാനിവിടെ പറയാം. ആര്യനും മീനാക്ഷിയും ഒക്കെ കൂടിയിട്ട് എവിടെയോ ഒരു സ്ഥലത്ത് പോവുകയാണ്, ടൂർ പോലെ പോവുകയാണ്. പോകുന്ന സമയത്ത് നമ്മുടെ അലോകിനെ വഴി വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ കാണുമ്പോഴേക്കും ദൂരെ വെച്ചിട്ടാണ് കാണുന്നത് കേട്ടോ. അലോക അങ്ങേ അറ്റത്ത്, ഇവരെ ഈ ഇപ്പുറത്തെ അറ്റത്തും നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അലോകിൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ അലോക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പെൺകുട്ടി അലോകിനോട് ചോദിക്കുന്നുണ്ട്, എടാ അലോക, നിൻ്റെ വിവാഹം കഴിഞ്ഞു അല്ലേ? എടാ, ഞാൻ നിൻ്റെ അടുത്ത് കുറച്ച് സമയം ചോദിച്ചതല്ലേ, അപ്പോൾ നിനക്ക് എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ വയ്യ. അവസാനം നീ നിൻ്റെ അമ്മാവൻ്റെ മോളെ തന്നെ വിവാഹം കഴിച്ചു അല്ലേ? എടി, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നാലും എനിക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് നിനക്ക് അറിയില്ലായിരുന്നല്ലോടാ. എന്നിട്ട് നീ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് അവളെ വിവാഹം കഴിച്ചു അല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊക്കെ വിട്ടുകള എന്ന് പറയാം. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നൊക്കെ അലോക് ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ ആര്യനും മീനാക്ഷിയും മിത്ര ഇവരെ ശ്രദ്ധിക്കുന്ന അലോക് കാണും കേട്ടോ. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടല്ലോ എന്ന് അവർക്കിട്ട് ഒരു പണി കൊടുക്കാൻ എന്ന അലോക് വിചാരിക്കട്ടോ. അവർ ഇങ്ങനെ നോക്കി നിൽക്കുക, അവർ എന്നെ പറയണേന്നൊക്കെ ഇങ്ങനെ ഇരിക്കുക. ആ പെണ്ണിനോട് പറയുന്നുണ്ട്, അതെ, ആ അറ്റത്ത് നിന്ന് നമ്മൾ നോക്കുന്നവരെ നീ ശ്രദ്ധിച്ചോ, പതുക്കെ നോക്കിയെന്ന് പറയാം. ആ പെണ്ണ് പതുക്കെ ഒന്ന് നോക്കുമ്പോഴേക്കും അറ്റത്ത് നിന്ന് ഇങ്ങനെ ആൾക്കാരെ നോക്കുക. മീനാക്ഷിയും അതുപോലെ തന്നെ മിത്രയും ആര്യനും കൂടി നോക്കുന്നത് കണ്ടിട്ടോ. ആ നോക്കുന്നുണ്ട്, 2 പെണ്ണുങ്ങളും ഒരു ആണും അല്ലേ? ആ അതെ അതെ, എൻ്റെ ഭാര്യയുടെ ആങ്ങളെയും അതുപോലെ തന്നെ അതിൻ്റെ ഭാര്യയും എൻ്റെ അനിയത്തിയാണ് അവരെ നമ്മൾ നോക്കുന്നത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാവുന്ന രീതിയിലാണ് ഇങ്ങനെ നോക്കുന്നത്. നീ ഒരു കാര്യം, എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? നീ എന്നോട് ഒരു ലവറിനെ പോലെ സംസാരിക്കുമോ? ലവറിനെ പോലെയോ? നീ ഒന്ന് പോടാ എന്ന് ആ പെണ്ണ് പറയുമ്പോൾ, എടി ഒന്ന് സംസാരിക്കരുത്, അവൾക്ക് അത് കണ്ട് ദേഷ്യം വരണം. നീ എൻ്റെ ഒരു കാമുകിയാണെന്ന് വിചാരിക്കട്ടെ. നിൻ്റെ ഒരു കാര്യം, ശരി ശരി, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര ചിരിച്ച് സംസാരിക്കുക കേട്ടോ. അലോക് ആ പെണ്ണിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആര്യന് ദേഷ്യം വരിക. കണ്ടില്ലേ ഈ അടുത്ത് ഇവൻ്റെ അഹങ്കാരം കണ്ടില്ലേ? അവനെ പല പെണ്ണുങ്ങളിലും ബന്ധമുണ്ട്, ഇതൊന്നും അറിയാതാണല്ലോ അനു ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. ഇപ്പം തന്നെ പോയിട്ട് 2 എണ്ണം പൂശാലോ എടുത്തി, വേണ്ട ഇപ്പം പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയാണ്. അങ്ങനെ അലോക ആ പെണ്ണുണ്ടല്ലോ ആ ഒരു ആര്യനെ ദേഷ്യം വരുന്നു എന്ന് മനസ്സിലായി. അത് മനസ്സിലായ അലോക ആണെങ്കിൽ വേഗം തന്നെ ആ പെണ്ണിൻ്റെ തോളിൽ ഇങ്ങനെ കൈ ഇട്ടു കേട്ടോ. എന്നിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ കയറ്റിക്കൊണ്ട് പോവുക. അതിനൊക്കെ ദേഷ്യം വരുവാട്ടോ, അങ്ങോട്ട് പിടിച്ചാൽ കിട്ടണില്ല. എന്നിട്ട് കുറച്ച് ദൂരം ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞിട്ട് അവർ പുറകിലില്ലെന്ന് മനസ്സിലാക്കി അപ്പോഴേക്കും അലോക ആ പെണ്ണിൻ്റെ ഓട്ടോറിക്ഷ ഇറക്കി വിടുകയാണ്. ശരിയടി, നീ അഭിനയിച്ചതിന് നന്ദി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവാട്ടോ. ഇത് കണ്ട ആര്യനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിലെല്ലാവരോടും പറയുന്നുണ്ട്. അലോകുണ്ടല്ലോ, അലോകിന് വേറൊരു പെണ്ണായിട്ട് ബന്ധമുണ്ട് എന്ന് നടു റോഡിൽ ആ പെണ്ണിൻ്റെയും അവൻ്റെയും ഒരു പ്രണയ ലീലാവിലാസത്യങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് ദേഷ്യം വന്നു എന്ന് പറയണം. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇവൻ പറയുന്നത്, സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും മീനാക്ഷിയും പറയുന്നുണ്ട്, അതെ അങ്ങനെ തന്നെ ഒരു ഇത് ഞങ്ങൾ ഇന്ന് കണ്ടായിരുന്നു റോഡിൽ വെച്ച്. അലോക് ഒരു പെൺകുട്ടിയായിട്ട് ഭയങ്കര തോളത്ത് പിടിച്ച് സംസാരിക്കുന്നതും കൈയിൽ പിടിച്ച് സംസാരിക്കുന്നതും ഞങ്ങൾ കണ്ടായിരുന്നു.
പറയുന്നു എന്ന് പറയുകയാണ്. ഇത് കേൾക്കണം ബാലനാകെ ദേഷ്യം വരും കേട്ടോ. അങ്ങനെ ബാലൻ അവൾ അനുഭവിക്കട്ടെ, അവൾ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ, അവൾ അനുഭവിക്കട്ടെ എന്നൊക്കെ ബാലൻ പറയാണ്. പക്ഷെ ബാലനാകെ ദേഷ്യം വരും കേട്ടോ. അലോകിനെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ 2 പൂശാൻ തന്നെ ബാലൻ വിചാരിക്കണം. അങ്ങനെ വീട്ടിലെത്തിയ അലോക് സന്തോഷത്തോടു കൂടി തന്നെ പറയും, എടി അനു, നിൻ്റെ വീട്ടുകാർക്ക് മുട്ടം പണി കൊടുത്തിട്ടാടി എന്ന് പറയാണ്. മുട്ടം പണിയോ? എന്ത് പണിയാണ് നീ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ, അത് എനിക്കൊരു അവിഹിതം ഉണ്ടെന്ന് നിൻ്റെ ചേട്ടനും അച്ഛനെയൊക്കെ വിഷമിപ്പിച്ചിരിക്കുക. അലോകിനെ അവിഹിതമോ? ആ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നീക്കി. എടാ ദുഷ്ട, അവർക്കൊരു തരത്തിന് നീ സമാധാനം കൊടുക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, എന്തിനാ അവർ സമാധാനത്തോടെ ജീവിക്കുന്നത്? അവർ സമാധാനത്തോടെ ജീവിക്കണ്ട, ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരു പെണ്ണിനെ കൂടിയല്ലേ എന്നെ കണ്ടുള്ളൂ. നാളെ നീ നോക്കിക്കോ, ഒരു പെണ്ണുങ്ങളെ ഞാൻ നിരയായിട്ട് അങ്ങോട്ട് നിർത്തും അഭിനയിക്കാൻ വേണ്ടി. എന്നിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ഓരോരോ മണിക്കൂർ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും, 1 മണിക്കൂർ ഓരോ മണിക്കൂർ ഓരോ പെണ്ണിൻ്റെ കൂടെ ആണെങ്കിൽ അടുത്ത മണിക്കൂർ വേറെ പെണ്ണിൻ്റെ കൂടെ. എന്നിട്ട് നിൻ്റെ വീട്ടുകാരെ ഞാനിങ്ങനെ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തി ബാലിനെയും ഗോമതിനെയും രണ്ടിനെയും ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറയട്ടെ നമ്മുടെ അനുവിനോട്. അങ്ങോട്ട് ദേഷ്യം വരിക. നമ്മുടെ വീട്ടുകാരെക്കുറിച്ചല്ലേ പറയണത്. പക്ഷെ ബാലനും ഗോമതിക്ക് ഇതറിയാവുമ്പോൾ ഭയങ്കര വിഷമമാണ്. നമ്മുടെ അനുക്ക് അറിയാട്ടോ. അതുകൊണ്ട് തന്നെ അനു സത്യങ്ങളൊക്കെ ബാലനോട് പറയാൻ വേണ്ടി പോകും. ഈ ഭാഗം കഴിഞ്ഞിട്ട് ഒരു 2-3 എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനു സത്യങ്ങളൊക്കെ ബാലനോട് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സത്യങ്ങൾ പറയാൻ സമയമായിട്ടുണ്ട്. അത് കാരണം ഈ ഒരു ഭാഗം നമുക്ക് കണ്ട് കാണാം, സത്യങ്ങൾ പറയുന്ന ഭാഗം. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ ഈ ഭാഗങ്ങളും അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. പിന്നെ എനിക്ക് ഇതൊക്കെയാണ് ഇനി അടുത്ത വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.